പുതിയ കണക്കുകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈജിപ്റ്റ് പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ് സൂയസ് കനാലിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ സെക്യൂരിറ്റി അത് പാട്ടത്തിന് ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പല വാർത്തകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് കാണാം. ദ എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു പല ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൂത്തികൾക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇതൊരു വലിയ ബിസിനസ്സായിട്ട് മാറി. അതായത് ഏകദേശം 400ഓളം മർച്ചൻ്റ് ഷിപ്പുകളെയാണ് ഹൂത്തികളെ പല മിസൈലും വളരെ ക്വാളിറ്റി കുറഞ്ഞ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്തത്. അതിൻ്റെ പേരിൽ അധികവും ഷിപ്പുകൾ, അതായത് വെസൽസ്, മർച്ചൻ്റ് വെസൽസ് ഏറ്റവും കൂടുതൽ അതുവഴി പോകുന്നത് ചൈനയാണ്. അത് കഴിഞ്ഞാൽ പോകുന്ന ഇന്ത്യയാണ്, പിന്നെ അറേബ്യൻ രാജ്യങ്ങൾ. അത് കൂടുമായിട്ട് മറ്റുള്ള ചരക്ക് കാരണം ഇത് ഷോർട്ട് കട്ടാണ്, റെഡ് സീയിലോട്ടങ്ങ് കയറുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഹൂത്തികളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വർഷം $2 ബില്യൻ്റെ ബിസിനസ്സാണ്. $2 ബില്യൺ ബിസിനസ്സാണ്. ഏകദേശം ഒരു മാസം 180 മില്യൻ്റെ ബിസിനസ്സാണ് ഹൂത്തികൾ ഈ ഷിപ്പിംഗ് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ചൈനീസ് കമ്പനികളാണ്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ആ റൂട്ടിൽ ഓപ്പറേഷൻ ഉള്ളത്. അപ്പോൾ കേരളത്തിലെ ചില സുഡൂസും മറ്റുള്ളവരൊക്കെ പറഞ്ഞ അമേരിക്കൻ ഷിപ്പാണ്. അമേരിക്കയ്ക്ക് അവിടെ 2% ഉള്ളൂ അവർ. കാരണം ഗ്ലോബലായിട്ട് 17% ഈ റൂട്ട് എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ റൂട്ട് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അവിടെ അമേരിക്കയുടെ സ്വാധീനം ആകെ 2% ഉള്ളൂ. ഏറ്റവും കൂടുതൽ ചൈനയ്ക്ക്, അത് കഴിഞ്ഞാൽ ഇന്ത്യക്ക്, അത് കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ, അതായത് കേരളത്തിൻ്റെ അന്നം തരുന്ന നാടെന്ന് ഈ സുഡാപ്പികൾ പറയത്തില്ലയോ, അവരാണ് ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്നത്. അവരാണിത് പെട്ടുപോയിരിക്കുക. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇനി അതിൻ്റെ ഒരു എക്കോണമി എന്തോ നോക്കുക. എല്ലാ വർഷം സൂയസ് കനാൽ മുഖാന്തരം ഈജിപ്തിന് കിട്ടുന്നത് $9.2 ബില്യൺ. അത് ഈ വാറുണ്ടായ ശേഷം, ഹൂത്തികളോട് അറ്റാക്ക് ഉണ്ടായ ശേഷം അത് 7 ബില്യന് താഴെ അങ്ങ് പോയി. അത് ശരിക്കും ഈജിപ്തിൻ്റെ എക്കോണമിയെ ബാധിച്ചു, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ സാധനങ്ങളുടെ വില ഗ്ലോബലായിട്ട് കൂടി. ഏതാണ്ട് 174 ബില്യൺ അടുപ്പിച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ സാധനങ്ങളുടെ കോസ്റ്റ് ഇൻഡെക്സിൽ മാറ്റം ഉണ്ടായത്. അതായത് നമ്മൾ മേടിക്കുന്ന സാധനം, നിങ്ങൾ മേടിക്കുന്ന സാധനത്തിനെല്ലാം വില കൂടാനുണ്ടായ കാരണം ഈ ഹൂത്തികൾ ഇവിടെ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി വരുമ്പോൾ ഇതിന് ഭയങ്കര ഫ്യൂവലിൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്. അതായത് നേരത്തെ ഉണ്ടായ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇരട്ടിയായിട്ട് മാറുന്നു. ഇതെല്ലാം ഈ പറയുന്ന അന്നം തരുന്ന നാടുൾപ്പെടെയുള്ള നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ ചെയ്യുന്നതാണ്. അതാണ് ഈ പറയുന്ന സുഡാപ്പികൾക്ക് ബോധമില്ലത്. അവരവിടെ ജോലി ചെയ്യുന്നു, ഈ അന്നം തരുന്ന നാട്ടിൽ ആ നാടിനെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. എന്നിട്ടാണ് ഇവന്മാർ ഈ മതസ്നേഹം കാണിക്കുക. ഇതാണ് മനസ്സിലാക്കി. ഇതിൻ്റെ കണക്കുകൾ നിങ്ങൾ പല ആൾക്കാരും ചോദിച്ച ലിങ്ക് നിങ്ങൾ ഗൂഗിളിൽ പോയി തപ്പിക്കഴിഞ്ഞ് കറക്റ്റായിട്ട് കണക്കുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലായിട്ടുള്ള പല മാഗസിൻ്റെ എക്കോണമി മുഴുവനും പുറത്തുവിട്ടു. ഇതിനകത്ത് അമേരിക്കയോടാണ് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും ഈജിപ്തും പറഞ്ഞിരിക്കുന്നത് ഇതിൽ അമേരിക്ക ഇടപെടണം. ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക ഇടപെടണം ഈ കാര്യത്തിൽ. കാരണം ഇന്ത്യൻ മർച്ചൻ്റ് ഷിപ്പുകളും ഇതേപോലെ ഈ പണം, അതായത് ഹൂത്തികൾക്ക് കൊടുക്കാൻ പല രീതിയിലാണ് ഹൂത്തികൾ വാങ്ങുന്നത്. ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് മണി ആ റൂട്ടിലോട്ട് വരണം, അത് പറഞ്ഞ് ഇവർ ഡോളറിലാണ് ഇത് വാങ്ങുന്നത്. കാരണം ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ അവർ വലിയ നഷ്ടത്തിലോട്ട് പോവുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ചൈനയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, പണം കൊടുക്കുക, പോവുക. ഇപ്പോൾ ഈജിപ്തിന് കൊടുക്കേണ്ട ആവശ്യം ചെറിയ പണം കൊടുക്കുക, ബാക്കിയുള്ള ഹൂത്തികൾ കൊടുക്കുക, സംഭവം ഊരിപ്പോവുക. ഇതാണ് ചൈനീസ് കമ്പനികൾ ചെയ്യുന്നത്. പക്ഷേ അറേബ്യൻ അവിടെയുള്ള കമ്പനികൾ അത് അവിടെയുള്ള രാജ്യത്തും അവിടെ ആൾക്കാരോട് പറഞ്ഞ് അമേരിക്കയോട് കംപ്ലയിൻറ്റ് ചെയ്യും. ഇനിയും പറയാം എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് മുന്നോട്ട്. കാരണം ഈജിപ്തിന് ഭയങ്കര നഷ്ടം. അതിനാണ് ഈജിപ്റ്റ് പറയുന്നത് ഈജിപ്തിൻ്റെ ലാൻഡിൽ, അതായത് സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് അത് ഇസ്രായേൽ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അത് അമേരിക്ക നോക്കി നടത്തണം. അത് അമേരിക്കൻ ബേസ് ഈജിപ്റ്റ് കൊടുക്കാൻ തയ്യാറാണ്. ഇസ്രായേലിന് വരെ ബേസ് കൊടുക്കാൻ ഈജിപ്റ്റ് തയ്യാറാണ്. കാരണം സൂയസ് കനാൽ ഇഷ്യൂ, കാരണം ഇത് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി. ഇത് ഇപ്പം പിടികിട്ടിയാൽ ഇതിനകത്ത് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിനകത്ത് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഒറ്റ നിയമമുണ്ട്. കാരണം അത് വരാനുള്ള ദിവസം കാണാൻ പോവുകയാണ്. ട്രംപ് പറഞ്ഞ് സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളെ തകർക്കണം, അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ചിലപ്പോൾ അദ്ദേഹം ചാർജ് എടുത്ത ശേഷം ഈ പറയുന്ന ഗാസ സീസ്ഫയർ മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഹൂത്തികളെ തകർക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്,
ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പെഷഷ്കാൻ വന്ന ശേഷം ഹൂത്തികൾക്ക് വെപ്പൺസ് കൊടുക്കുന്നത് നിർത്തി. അപ്പോൾ അതിൻ്റെ പേരിൽ ഹൂത്തികൾക്ക് പണം ശരിക്കും ഡോളർ വേണം. കാരണം നേരത്തെ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഈ ഹൂത്തികൾ ഈ പണം എടുത്തിട്ടാണ് ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വെപ്പൺസും ചെറിയ മിസൈൽസും ഒക്കെ മേടിച്ച് ആൾക്കാരെ വരട്ടി. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, കച്ചവടം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഈ ഗാസയോട് മറ്റുള്ള താല്പര്യമൊന്നുമില്ല. അത് ചുമ്മാ ഗാസ മുമ്പിൽ വെക്കുന്നു, ഈ പറയുന്ന കച്ചവടം നടത്തുന്നത്. ഇത് തന്നെയാണ് ഉർദോഗൻ ഇപ്പോൾ ചെയ്തത്. ഗാസയെന്ന് ചുമ്മാ പറയും, അയാൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അത് നേടിയെടുക്കുക. ഇതാണ് പല ഈ സുഡാപ്പീസിനൊന്നും ബോധമില്ലെന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൃത്യമായ ഓരോ കണക്കുകൾ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇവർ ഈ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്? മിലിഷ്യ ഓപ്പറേഷനിൽ കൂടെ പണമുണ്ടാക്കുന്നൊരു പ്രക്രിയയാണ് ഹൂത്തികൾ നടത്തുമ്പോൾ ഈ പറയുന്ന ഗാസയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സ്നേഹം പറഞ്ഞ ഉറുദുഗോൻ മറ്റുള്ള രീതിയിലുള്ള മറ്റുള്ള രാജ്യങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ. കാരണം ഇതാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. ഇത് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. ഇത് തന്നെയാണ് ഈ സുഡാപ്പികളും ചെയ്യുന്നത്, ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത്. എന്ത് വ്യത്യാസമുള്ളത്? അതായത് നമ്മുടെ ഇന്ന് ആഹാരം എന്ത് സാധനം മേടിച്ചാലും അതിന് വില കൂടുന്നതിൻ്റെ കാര്യം ഈ പറയുന്ന സൂയസ് കനാൽ ഇഷ്യൂ ഗ്ലോബലായിട്ട് അത് മാറിയിട്ട് 174 ബില്യൻ്റെ പണം, അതായത് അത്രമാത്രം പണം നമ്മൾ എക്സ്ട്രാ ആൾക്കാർ പേ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ് ഒരു റീസൺ. അതായത് സാധനങ്ങൾക്ക് വില കൂടിയതിൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ടായതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അതിനോട് പോലും നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, മാനവരാശിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. മതത്തിന് വേണ്ടി കൂത്തികൾ എന്ന് പറഞ്ഞവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത് ആരെ? സൗദി അറേബ്യയെ. ഈ അന്നം തരുന്ന നാടിനെയാണ് അറ്റാക്ക് ചെയ്തത്. അവരുടെ ഓയിൽ ബ്ലോക്കിനെ, ഓയിൽ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യുന്നു, അവരുടെ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നു, UAE അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു അറുതി വന്നേ മതിയാകൂ. ഉറപ്പായിട്ട് ഇസ്രായേൽ അത് ഏറ്റെടുക്കണം. അപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്തു, ഇതങ്ങനെ നടക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് പിക്ചർ കിട്ടിയത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന ഈജിപ്തിന് ഈ രീതിയിൽ അത് പോകാൻ സാധിക്കില്ല. കാരണം അവൻ്റെ എക്കോണമി എല്ലാം ബാധിക്കുകയാണ്. ആ റീജിയൻ്റെ അകത്ത് ഹൂത്തികൾ സൃഷ്ടിക്കുന്ന മുഴുവനും ഇതേപോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം കാരണം അവർക്ക് എന്ത് താല്പര്യമാണ്? ഈ പറയുന്ന സുന്നികളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ബേസിക്കലി ഷിയ സുന്നി ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധമുണ്ട്. ഈ അധികവും പറയുന്ന ഈ രാജ്യങ്ങൾ, അതായത് അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളാണ്. അവരെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഈ പറയുന്ന ഹൂത്തി മിലിഷ്യ ഗ്രൂപ്പ്. അവർക്ക് ഒരിക്കൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് ഇറാൻ്റെയാണ്. പുതിയ ഭരണാധികാരി ആ സപ്പോർട്ട് അങ്ങ് പോയി. ഇപ്പോഴവർ ഈ രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത്. ഇതിന് അറുതി വരുത്തണമെന്ന് ലോക സമാധാനത്തിൻ്റെ ആവശ്യമാണ്. ഇതിനകത്ത് മതവുമായിട്ട് ചേരുമ്പോഴാണ് നീയൊക്കെ മനസ്സിലാക്കേണ്ടത്. നിൻ്റെ തലയ്ക്ക് നീ സ്വയമേ അടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ.